ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കണ്ണൻ വാങ്ങിക്കൊടുത്ത നെക്ലസിൻ്റെ പേരും പറഞ്ഞ് തൻ്റെ മുൻപിൽ അഹങ്കരിക്കാൻ നോക്കിയ കരുണയോട് കണ്ണേട്ടൻ്റെയും ഉണ്ണിയുടെയും അമ്മമാർ രണ്ടാണെങ്കിലും അച്ഛൻ ഒരാളാണെന്നും കണ്ണേട്ടൻ്റെ അച്ഛനെ കൊന്നത് നിൻ്റെ അച്ഛനാണെന്നങ്ങനും കണ്ണേട്ടൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണി നിന്നെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തും. കണ്ണേട്ടൻ ഉണ്ണിയോട് അങ്ങനെ പറയും. അതുകൊണ്ട് ഇനി നിങ്ങളുടെ 3 പേരുടെയും ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായാൽ ഞാനത് കണ്ണേട്ടനോട് തുറന്നു പറയുമെന്ന് തന്നെ താക്കീത് നൽകുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മി. ഇത് കേട്ട് പേടിച്ചു വിറയ്ക്കുന്ന പ്രതാപനും മുത്തശ്ശിയും അവളുടെ മുന്നിൽ ഒന്ന് താണു കൊടുക്കുന്നതാണ് നല്ലതെന്ന് കരുണയോട് പറയുന്നു. പിന്നീട് വിഷുക്കണി ഒരുക്കാനുള്ള സാധനങ്ങളൊന്നും വാങ്ങാതെ വെറും കൈയുമായി വരുന്നിരിക്കുന്ന ഉണ്ണിയുടെ നേരെ പൊട്ടിത്തെറിക്കുന്നുണ്ട് കരുണ. ഇതേ സമയം കണ്ണൻ വന്നിട്ട് വിഷുക്കണി ഒരുക്കാനുള്ള സാധനങ്ങളും കരുണ ആഗ്രഹിച്ചതുപോലെ ശ്രീകൃഷ്ണ വിഗ്രഹമൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നീട് ഉണ്ണി വാമനെ ചെന്ന് കണ്ട് കാര്യങ്ങളൊക്കെ പറയുന്നു. ഒന്ന് വീണപ്പോൾ എല്ലാം വേണ്ടെന്ന് വെച്ചതാണെന്ന്, പക്ഷേ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ എനിക്കും തോന്നുന്നുണ്ട് എന്നെല്ലാം വാമൻ പറയുമ്പോൾ ഏതായാലും വിഷുവിനപ്പുറം ഇത് പോകില്ല എന്ന് തന്നെ പറയുന്നുണ്ട് കേട്ടോ ഉണ്ണി. അവർ 2 പേരുടെയും എല്ലാ നാടകവും തെളിവ് സഹിതം ഞാൻ എല്ലാവരുടെയും മുന്നിൽ കാണിച്ചു കൊടുക്കും. എന്നെ മണ്ണുണ്ണി എന്നും മണ്ടനെന്നും വിളിച്ച് കളിയാക്കുന്ന എൻ്റെ അമ്മയും കരുണയും കരുണയുടെ വീട്ടുകാരൊക്കെ എന്നെ അംഗീകരിക്കും. എല്ലാ തവണയും അയാളും അവരും ഇല്ല എന്ന് കരുതി സന്തോഷിച്ചപ്പോഴൊക്കെ നമ്മുടെ മുന്നിലേക്ക് കടന്നു വന്ന് അവരെ നമ്മളെ ഞെട്ടിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തവണ ഞാനായിട്ട് അവരുടെ കള്ളക്കളി പൊളിക്കുമെന്ന് തന്നെ വെല്ലുവിളിക്കുന്നുണ്ട് കേട്ടോ ഉണ്ണിയും. പിന്നീട് കാണിക്കുന്നത് കണ്ണൻ മഹിയുമായിട്ട് ഫോണിൽ സംസാരിക്കുകയാണ്. അപ്പോൾ ഇതേ സമയം തന്നെയാണ് മുറിയിലേക്ക് പോകാൻ തുടങ്ങുന്ന ഉണ്ണി കണ്ണൻ്റെ മുറിയുടെ വാതിൽ അടഞ്ഞു കിടക്കുന്നത് കാണുമ്പോൾ ഇയാൾ ആരോടെങ്കിലും ഇന്നും ഫോണിൽ സംസാരിക്കുന്നുണ്ടാവോ, അന്ന് ഇയാൾ ആരോടാണ് സംസാരിക്കുന്നതെന്ന് വ്യക്തമായിട്ടൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഇന്നത് കണ്ടുപിടിക്കണം എന്ന് തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് മുറിയുടെ വാതിൽക്കൽ ചെന്ന് കാതോർത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ കണ്ണൻ മഹിയോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഉണ്ണിക്ക് എന്തോ ചില സംശയങ്ങൾ ഉള്ളതുപോലെ തോന്നുന്നു എന്നും അവൻ്റെ പെരുമാറ്റത്തിൽ നിന്നും എനിക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്ന് പറയുമ്പോൾ എങ്കിൽ സൂക്ഷിക്കണം കണ്ണേട്ട എന്ന് പറയുമ്പോൾ താൻ പേടിക്കേണ്ടടാ, നമ്മുടെ നാടകം കണ്ടെത്താനുള്ള ബുദ്ധിയൊന്നും അവനില്ല എന്ന് കണ്ണൻ പറയുമ്പോൾ എങ്കിൽ കണ്ണേട്ടൻ നാളെ ഇങ്ങോട്ട് വരണ്ട, ഇപ്പം നമുക്ക് പ്രധാനം ആരും ഒന്നും അറിയാതിരിക്കില്ലാണെന്നെല്ലാം മഹി പറയുമ്പോൾ അമ്മയെ തന്നെ കാണാതിരിക്കുന്നത് വലിയ വിഷമാണെന്നും അപ്പോൾ അമ്മയെയും കുഞ്ഞിനെയും ഒരുമിച്ച് കാണാതിരിക്കുന്ന കാര്യം ഓർക്കാൻ കൂടി വയ്യ എന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ ഉണ്ണിയുടെ കള്ളക്കളിയൊക്കെ നമുക്ക് പൊളിക്കണ്ടേ കണ്ണേട്ടാ, നമുക്കിത് വിഷുവിനപ്പുറം ഇത് നീട്ടിക്കൊണ്ട് പോകണോ എന്നെല്ലാം മഹി ചോദിക്കുമ്പോൾ അതുവരെയൊന്നും പോവില്ല. പിന്നെ നമുക്ക് എന്തെങ്കിലും സംശയമുള്ളതായിട്ട് അവന് തോന്നാനും പാടില്ല എന്നെല്ലാം കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ണിക്കാണെങ്കിലും കണ്ണൻ ആരോടാണ് സംസാരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും വ്യക്തമായിട്ട് കേൾക്കാനൊന്നും കഴിയുന്നില്ല. അങ്ങനെ ഉണ്ണി അവിടെ ഡോറിൻ്റെ അവിടെ മറിഞ്ഞിരിക്കുന്ന സമയത്താണ് കരുണ അവിടേക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു കാഴ്ച കാണുന്ന കരുണ, നിങ്ങൾ എന്തിനാ കണ്ണേട്ടൻ്റെ മുറിയുടെ വാതിൽക്ക് ചെവി വട്ടം പിടിച്ച് നിൽക്കുന്നത്, നിങ്ങൾക്ക് നാണോ ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ രാത്രി കാലങ്ങൾ അയാൾ ആരോടോ ഫോണിൽ സംസാരിക്കുന്നുണ്ട് കരുണേ, മിക്കവാറും അത് അവരോട് തന്നെ ആയിരിക്കും എന്നെല്ലാം ഉണ്ണി പറയുമ്പോൾ ആയിരിക്കും നിൻ്റെ ചേച്ചിയോട് എന്ന് ഉണ്ണി പറയുമ്പോൾ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ നിങ്ങളുടെ തലയ്ക്ക് സാരമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്, അതാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. കണ്ണേട്ടന് ഇഷ്ടം പോലെ ഫ്രണ്ട്സ് ഉണ്ട്, അപ്പോൾ അവരോട് ആരോടെങ്കിലുമൊക്കെ ആയിരിക്കും സംസാരിക്കുന്നത്. കണ്ണേട്ടന് ഇപ്പോൾ മഹാലക്ഷ്മി എന്ന പേര് കേൾക്കുന്നത് തന്നെ വെറുപ്പാണ്, അല്ലെങ്കിൽ പിന്നെ ഇത്രയും ലക്ഷങ്ങൾ പൊടിച്ചിട്ട് സമ്മാനങ്ങളൊക്കെ വാങ്ങിക്കൂ എന്നെല്ലാം കരുണ ചോദിക്കുമ്പോൾ എന്താ കരുണ, നിനക്കിപ്പോൾ കണ്ണേട്ടൻ എന്ന് പറഞ്ഞ ജീവനാണല്ലോ, മുൻപ് നീ ഇങ്ങനെയൊന്നും അല്ലല്ലോ അയാളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന് ഉണ്ണി ചോദിക്കുമ്പോൾ എന്താ കണ്ണേട്ടനെയും എന്നെയും ചേർത്ത് കഥകൾ ഉണ്ടാക്കാനുള്ള പുറപ്പാടാണോ, ലക്ഷ്മിയെ സ്നേഹിക്കാത്ത എനിക്ക് വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ തരുന്ന തൻ്റെ ഏട്ടനെ എനിക്കിഷ്ടമാണ്, ഏതൊരു പെണ്ണും കൊതിക്കും കണ്ണേട്ടനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടാൻ എന്നും കരുണ പറയുമ്പോൾ ഉണ്ണി ആകെ വല്ലാതാവുന്നുണ്ട്. കരുണയുടെ വാക്കുകൾ കേട്ട് രക്തം തിളച്ചു പോകുന്ന ഉണ്ണിയാണെങ്കിൽ എങ്കിലും നോക്കിക്കോ കരുണ, ഇതൊക്കെ അവരുടെ നാടകമാണെന്ന് തെളിവ് സഹിതം ഞാൻ എൻ്റെ മുന്നിൽ കാണിച്ചു തന്നിരിക്കും, അപ്പോൾ നീ എല്ലാം വിശ്വസിക്കുമല്ലോ എന്ന് കരുണയുടെ മുന്നിൽ വെല്ലുവിളിക്കുന്നുണ്ട് കേട്ടോ ഉണ്ണി. അപ്പോൾ കരുണയാണെങ്കിൽ ഉണ്ണിയുടെ വാക്കുകളൊന്നും സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. പിറ്റേന്ന് വിഷു ദിവസം വിഷുക്കണിയും കണ്ട് വിഷുസദ്യ ഒന്ന് കഴിച്ചു എന്ന് വരുത്തി വീട്ടിൽ നിന്നും ഇറങ്ങുന്ന കണ്ണൻ്റെ പുറകെ ഉണ്ണിയും പോകുന്നുണ്ട്. അപ്പോൾ ഉണ്ണി കണക്ക് കൂട്ടിയതുപോലെ അനന്തുവിൻ്റെയും ലേഖയുടെയും വീട്ടിലേക്ക് തന്നെയാണ് കണ്ണൻ പോയിരിക്കുന്നത്. തുടർന്ന് ഉണ്ണി അവിടെ മറിഞ്ഞിരിക്കുന്നുണ്ട്, ഒരിടത്ത് മറിഞ്ഞിരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ സത്യങ്ങളും ഉണ്ണി നേരിട്ട് തന്നെ കണ്ട് മനസ്സിലാക്കുന്നു. അതായത് കണ്ണൻ ഇപ്പോൾ നടക്കാൻ കഴിയുമെന്നും കണ്ണേട്ടനും മഹാലക്ഷ്മിയും തമ്മിൽ വേർപിരിഞ്ഞിട്ടില്ല എന്നും എല്ലാം തൻ്റെ മനസ്സിൽ തോന്നിയതുപോലെ എല്ലാം അവരുടെ നാടകമായിരുന്നു എന്നുള്ള ആ ഞെട്ടിക്കുന്ന സത്യങ്ങളെല്ലാം ഉണ്ണി നേരിട്ട് കണ്ട് തന്നെ മനസ്സിലാക്കുന്നു. പക്ഷേ അതുപോരല്ലോ, എല്ലാം എല്ലാവരുടെയും മുന്നിൽ
തെളിവ് സഹിതം തന്നെ കാണിച്ചു കൊടുക്കണ്ടേ? കാരണം കരുണയുടെ മുന്നിൽ അതൊരു വെല്ലുവിളിയായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും മുന്നിൽ അവരുടെ നാടകമാണ് അത് പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആ ദൃശ്യങ്ങളെല്ലാം അവരെല്ലാവരും ഒരുമിച്ച് വിഷു ആഘോഷിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളെല്ലാം ഫോണിൽ എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നേരെ കമലേശ്വരത്ത് എത്തുന്നു. എന്നിട്ട് കരുണയെയും ദുർഗയെയും വിളിച്ചു വരുത്തുന്നു. എന്നിട്ട് പറയുന്നുണ്ട് എല്ലാം അയാളുടെയും അവരുടെയും നാടകമായിരുന്നു. ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ആരും അതൊന്നും വിശ്വസിച്ചില്ലല്ലോ. അയാൾക്ക് ഇപ്പോൾ എല്ലാവരെയും പോലെ നടക്കാൻ കഴിയും. വീൽ ചെയറിൽ സഞ്ചരിക്കുന്നതൊക്കെ അയാളുടെ അഭിനയമാണ്. എല്ലാം നേരിൽ കണ്ട് മനസ്സിലാക്കി. അതിൻ്റെ തെളിവും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് ഉണ്ണി പറയുമ്പോൾ ദുർഗയും കരുണയൊക്കെ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. അവർക്കൊന്നും മനസ്സിലാകുന്നില്ല. അങ്ങനെ ഉണ്ണി ഫോൺ എടുത്ത് അതിൻ്റെ താൻ പകർത്തിയ ദൃശ്യങ്ങളെല്ലാം അവരുടെ മുന്നിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിൽ മഹാലക്ഷ്മിയെയും ലേഖയെയും അനന്തുവിനെയും അല്ലാതെ മറ്റാരെയും ദുർഗയ്ക്കോ കരുണയ്ക്കോ കാണാനായിട്ട് കഴിയുന്നില്ല. അവിടെയാണ് വലിയൊരു ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുന്നത്. അതായത് സിദ്ധിയായിട്ടുള്ള അമ്മ അവരുടെ സിദ്ധി കൊണ്ട് കണ്ണൻ്റെ ദൃശ്യങ്ങളെല്ലാം അതിൽ നിന്നും ആ ഫോണിൽ നിന്നും മായ്ച്ചു കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദുർഗയ്ക്കും ഉണ്ണിക്കും ആണെങ്കിൽ അനന്തുവിൻ്റെയും ലേഖയുടെയും ഒപ്പം മഹാലക്ഷ്മി നിൽക്കുന്ന ദൃശ്യങ്ങൾ മാത്രമേ കാണാനായിട്ട് കഴിയുന്നുള്ളൂ. അപ്പോൾ ഒടുവിൽ സംശയം മൂത്ത് ഉണ്ണിക്ക് വട്ടായി പോയി എന്ന് തന്നെ കാര്യം അവർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ കിടലൻ എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്